ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരി അരച്ച് വളരെ പെട്ടെന്ന് തന്നെ പത്തിരി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പത്തിരിക്ക് ആവശ്യത്തിനുള്ള അരി എടുത്ത് തലേന്ന് കുതിർത്തി വെക്കുക. ഞാനിവിടെ 1/2 കിലോ അരി എടുത്ത് തലേന്ന് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക കേട്ടോ, എന്നാലാണ് നല്ല ഫൈനായിട്ട് നമുക്ക് അരിഞ്ഞ് കിട്ടുള്ളൂ. അതിനുശേഷം ഏറ്റവും അവസാനം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇതേണ്ട ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒട്ടും തരിതരിപ്പില്ല, നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതെല്ലാം ഞാനതിവിടെ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളവും ചേർത്ത് ഈ ഒരു ദോശമാവിൻ്റെ ഈ പരുവത്തിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത ബാറ്റർ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ബാറ്റർ നമുക്ക് തിക്കായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എൻ്റെ അടുത്ത് ആകെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അതിൽ ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വലിയ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അതിലിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്ക് പാത്രം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതാവാം ഇത്തിരി എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്ക് പത്തിരിയുടെ മാവ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുമ്പോൾ അത് കൈ ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കേണ്ടതുണ്ട്. ഒത്തിരി നേരം നമ്മളതിട്ട് കുഴച്ചെടുക്കണം. ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇത് നമ്മൾ ജസ്റ്റ് കൈ വെച്ചൊന്ന് കുറച്ച് എണ്ണയൊന്ന് തടവി ഒന്ന് കുഴച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. നല്ല സോഫ്റ്റായിട്ടുള്ള ഡൗ ആണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് കൈ വെച്ചൊന്ന് റോൾ ചെയ്തെടുത്ത് ചെറിയ ബോൾസ് പോലെ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിൽ എണ്ണ തടവുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം എണ്ണ തടവിയിട്ടൊന്ന് ചെറിയ ബോൾസ് പോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഞാൻ എല്ലാം ബോൾസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പത്തിരി പ്രസ് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പ്രസ്സിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും പെട്ടെന്ന് നല്ല പോലെ തന്നെ പരന്ന് കിട്ടാൻ വേണ്ടിയും നമുക്ക് അപ്പുറം ഇപ്പുറം ഓരോ പ്ലാസ്റ്റിക് കൂടി വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ല നേർവയിൽ നമുക്ക് പത്തിരി കിട്ടും. ഒട്ടും കട്ടിയില്ലാതെ നല്ല കട്ടി കുറഞ്ഞ പത്തിരി നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ഇതിന് നമുക്ക് ചുട്ടെടുക്കാനേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചൂടായ പത്തിരിക്കല്ലിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം. പത്തിരി കല്ലിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പത്തിരി ഒന്ന് മറിച്ചിടാം. അപ്പോഴാണ് നമുക്ക് നല്ല ബോൾ പോലെ കുമിള ഉണ്ടാവുള്ളൂ. ഇനി പത്തിരി ഇങ്ങനെ കിടന്ന് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും പത്തിരിയിൽ ചെറിയ കുമിളകളൊക്കെ വന്നിട്ടുണ്ടാവും. പത്തിരി ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. ആ സമയം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം കണ്ട നല്ല ഒരു കുമിള പോലെ പൊങ്ങി വരുന്നതുണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അരി അരച്ച് പത്തിരി ഇടാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്